ഏതായാലും ധവളപത്രത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കിഫ്ബി കൊണ്ട് നാടിന് ഗുണമുണ്ടായി. ഒരു ഗുണമില്ലെന്നാണല്ലോ പറഞ്ഞു കിടന്നിരുന്നത്. ഗുണമുണ്ടായി. പക്ഷെ അവരുടെ ആർഗ്യുമെന്റ് എന്താണെന്നറിയാമോ? അതിൻ്റെ അടിസ്ഥാന പ്രമിസ്, അനുമാനം, ഇങ്ങനെ എടുക്കുന്ന പണം സംസ്ഥാനത്തിൻ്റെ വായ്പയിൽ ഉൾപ്പെടുത്തില്ല എന്നുള്ളത് കേന്ദ്രം ഇപ്പോൾ അംഗീകരിക്കുന്നില്ല. അതോടുകൂടി കിഫ്ബിയുടെ പ്രസക്തി പോയി എന്നുള്ളതാണ്. രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ കേന്ദ്രത്തിന്റെ വാദത്തെ തുടക്കം മുതൽ അംഗീകരിച്ചവരല്ലേ UDF? അഞ്ചാം പത്തികളായിരുന്നു കേരളത്തിന് താല്പര്യത്തിനെതിരായിട്ട് കേന്ദ്ര സർക്കാരോടൊപ്പം നിന്ന് കിഫ്ബി എന്ന് പറയുന്ന സംവിധാനത്തെ തകർക്കാൻ വേണ്ടി സമരം ചെയ്തവരാ. നിയമസഭയിൽ നടത്തിയ പ്രസംഗങ്ങൾ വായിച്ചു കേട്ടോളൂ. രണ്ട്, ഇതെങ്ങനെയാ മുന്നോട്ട് കൊണ്ടുപോവാ? കേന്ദ്രത്തിനെതിരെ നിലപാടെടുക്കാൻ തയ്യാറുണ്ടോ? അപ്പോ ഇത്തരം കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്യേണ്ടി വരും. അടിസ്ഥാന വിമർശനം ഇതാണ്: കേരളത്തിലെ ധനപ്രതിസന്ധിക്ക് കാരണക്കാരായിട്ടുള്ള കേന്ദ്രത്തിനെതിരായിട്ട് ഒരു നിലപാടെടുക്കുന്നതിന് VD സതീശൻ സർക്കാർ തയ്യാറല്ല. ഈ സംസ്ഥാനങ്ങളുടെ മുഴുവൻ സാമ്പത്തിക അവസ്ഥ മോശമാണെന്ന്, കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ വളരെ കേമമാണെന്നല്ല പറയുന്നത്. ഇതിനെങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യാൻ പോണേ? ഞങ്ങൾ മാനേജ് ചെയ്തൊരു രീതിയുണ്ട്. ഈ സാമ്പത്തിക അവസ്ഥയിലാണ് ജനങ്ങളുടെ ആനുകൂല്യങ്ങൾ പരമാവധി വിസ്മയകരമായ രീതിയിൽ വർദ്ധിപ്പിച്ചത്, ഇല്ലേ? ഈ അവസ്ഥയിലാണ് എല്ലാം കൂടി എടുക്കുമ്പോൾ കിഫ്ബി വഴിയും കിഫ്ബി വഴി അല്ലാതെയുള്ളട്ടുള്ള നിക്ഷേപം എടുക്കുമ്പോൾ 2 ലക്ഷം കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ നിർമ്മാണം കേരളത്തിൽ ഞങ്ങൾ മാനേജ് ചെയ്തു. ഇവർക്ക് മാനേജ് ചെയ്യാൻ ഒരു പരിപാടിയില്ല. അത് കേരളം അനുഭവിക്കും അതിൻ്റെ പ്രയാസങ്ങൾ. യെസ്. എന്തോ എന്ത് ബാധ്യത? ആസ്തിയുണ്ട്. 2 ലക്ഷം കോടി രൂപയുടെ ബാധ്യത എല്ലാം ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ കിഫ്ബി വഴിയാണെങ്കിൽ 1 ലക്ഷം കോടി രൂപ ബാധ്യത, 1 ലക്ഷം കോടിയുടെ ആസ്തിയുണ്ടെന്ന്. ഈ ആസ്തികള് ഇന്നുള്ളവർക്ക് വേണ്ടി മാത്രമല്ല. ഒരു പാലം പണിതാൽ, പുതിയ കെട്ടിടം പണിതാൽ വരാൻ പോണ ഒരു 20 വർഷത്തേക്കുള്ള ജനങ്ങളുടെ ആവശ്യങ്ങളല്ലേ? അവർ കൂടി അതിന്റെ പങ്ക് വഹിച്ചാൽ എന്താ ദോഷം? ഞാൻ പറഞ്ഞു മനസ്സിലാക്ക്. ആ, വായ്പാ ബാധ്യതയുണ്ടെന്നാണ് ധവളപത്രത്തിൽ പറയുന്നത്. ഇനി നിലവിൽ കിഫ്ബി ഏറ്റെടുക്കുന്ന പദ്ധതികൾ പൂർത്തീകരിക്കണമെങ്കിൽ 35,000 കോടി രൂപ കൂടി വേണം. വലിയ ബാധ്യത ഇല്ലെന്ന് ഒരു ബാധ്യതയില്ല. കിഫ്ബിക്ക് നിയമം പാസ്സാക്കിയത് ഏകണ്ഠമായിട്ടല്ലേ? ആ നിയമം പാസ്സാക്കിയപ്പോൾ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, മോട്ടോർ വാഹന നികുതിയുടെ പകുതി കൊടുക്കണം, പെട്രോൾ സെസ്സും കൊടുക്കണം. അതങ്ങ് കൊടുത്തേച്ചാൽ മതി. 10 പൈസ കൂടുതൽ കൊടുക്കണ്ട. എന്താ ഈ ബാധ്യത? ഞങ്ങൾ 10 വർഷം കൊടുത്തില്ലേ? എന്താ ഇവർക്ക് കൊടുത്താല്? ശരി, സർക്കാരുകൾ തുടർച്ചയാണെന്ന് ആ പാസ്സാക്കിയ നിയമമുണ്ട്. ആ നിയമത്തിന് അടിസ്ഥാനത്തിലുള്ള എന്താണോ കൊടുക്കേണ്ടത് കൊടുത്താൽ അതിന്റെ അപ്പുറം ഒരു ബാധ്യതയില്ല. അതിന്റെ വിതരണത്തിൽ വലിയ അസന്തുലിതാവസ്ഥ ഉണ്ടെന്നൊരു വിമർശനം ഉണ്ടായി. കണ്ണൂര്, എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ 3 ജില്ലകളിലായിട്ടാണ് കിഫ്ബി പദ്ധതികളുടെ വിതരണത്തിൽ ഏകദേശം 30% മുകളിൽ വന്നത് എന്നൊരു വിമർശനമുണ്ട്. എറണാകുളത്ത് വേണ്ടി വരില്ലേ? എറണാകുളം എന്താ CPM-ന്റെ കേന്ദ്രമാണോ? തിരുവനന്തപുരം തലസ്ഥാന നഗരമല്ലേ? മലബാർ അവഗണിക്കപ്പെടുന്നുവല്ലേ ആക്ഷേപം ഉണ്ടായിട്ടുള്ളത്? തുല്യമായിട്ട് വിധം വെക്കാനാ? പക്ഷേ കിഫ്ബിയുടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഏതെങ്കിലും MLA ഞങ്ങൾ അവഗണിച്ചു, തന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നിട്ടുണ്ടോ? ചിലർ ചോദിച്ചില്ല, ഇത് വിശ്വാസമില്ലാത്തതുകൊണ്ട്. അത് അവരുടെ കുഴപ്പം. രാഷ്ട്രീയമുണ്ട് ഇല്ലേ? എന്താ ഇവര് ശുദ്ധാത്മാക്കളാ? രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്നവരല്ലേ? അതോടൊപ്പം തന്നെ സാമ്പത്തികമുണ്ട്. രണ്ടും ചർച്ച ചെയ്യാമെന്ന്. ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പേടിയൊന്നുമില്ല. നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം.